യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം. ആമുഖം. യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനത്തിന് ഒരു പുരാതന സ്വകാര്യ കത്തിന്റെ രൂപഘടനയാണുള്ളത്. വ്യക്തമായ ഭാഷാസാമ്യവും ഘടനാസാമ്യവുമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഉപസംഹാരത്തിൽ ലേഖകനായ ശ്രേഷ്ഠൻ യോഹന്നാന്റെ 2-ാം ലേഖനത്തിന്റെ കർത്താവ് തന്നെയായിരിക്കണം. സഞ്ചാരികളായിരുന്ന പ്രേക്ഷിതർക്ക് ആതിഥ്യം നൽകാൻ തയ്യാറായിരുന്ന ഗായൂസ് എന്നയാളാണ് ലേഖന സ്വീകർത്താവ്. ഈ വസ്തുതയ്ക്കുപരി ഗായൂസ് ആരാണെന്ന് നമുക്കറിയില്ല. 12-ാം വാക്യത്തിൽ പ്രശംസിക്കപ്പെട്ട ദെമേത്രിയോസ് ആയിരുന്നിരിക്കാം ലേഖനം ശ്രേഷ്ഠന്റെ പക്കൽ നിന്ന് ഗായൂസിന്റെ അടുത്തെത്തിച്ചത്. ആദ്യകാലത്ത് പ്രേക്ഷിത ജോലി ആതിഥ്യത്തെ ആശ്രയിച്ചായിരുന്നു മുന്നേറിക്കൊണ്ടിരുന്നത്. 9-ാം അധ്യായം 10 വരെയുള്ള വാക്യങ്ങളിൽ ശ്രേഷ്ഠൻ മുമ്പ് എഴുതിയതും എന്നാൽ ആ പ്രദേശത്ത് തിരസ്കരിക്കപ്പെട്ടതുമായ ഒരു കത്തിനെപ്പറ്റി പരാമർശിക്കുന്നു. തിയോത്രേഫസ് എന്നയാൾ ശ്രേഷ്ഠനോട് ബന്ധപ്പെട്ട പ്രേക്ഷിതരെ സ്വീകരിക്കാതിരിക്കുകയും സ്വീകരിക്കാൻ തയ്യാറാകുന്നവരെ തടയുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു വന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ പ്രസ്തുത പ്രദേശത്ത് തനിക്കും തന്റെ പക്കൽ നിന്ന് പോയിരുന്ന പ്രേക്ഷിതർക്കും മറ്റൊരു വിധത്തിൽ പിന്തുണ നേടാൻ ശ്രമിക്കുകയാണ് ശ്രേഷ്ഠൻ. ഗായിയൂസ് ശ്രേഷ്ഠന്റെ അധികാരം അംഗീകരിക്കുകയും പ്രേക്ഷിതരെ സ്വീകരിക്കുകയും ചെയ്യാൻ തയ്യാറായിരുന്നു. ശ്രേഷ്ഠൻ ഗായിയൂസിനെ പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഏതാണ്ട് 1-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകമായപ്പോഴേക്കും സഭയിൽ ഉടലെടുത്ത ചില പ്രശ്നങ്ങളിലേക്ക് ജാലകം തുറക്കപ്പെടുകയാണ് ഈ ലേഖനത്തിൽ. സഭാശ്രേഷ്ഠനായ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഗായൂസിന് എഴുതുന്നത്: വാത്സല്യഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ സത്യമനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന് സഹോദരന്മാർ വന്ന് നിന്റെ സത്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. എന്റെ മക്കൾ സത്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കുണ്ടാകാനില്ല. വാത്സല്യഭാജനമേ, നീ സഹോദരർക്കു വേണ്ടി, പ്രത്യേകിച്ച് അപരിചിതർക്കു വേണ്ടി ചെയ്യുന്നതെല്ലാം വിശ്വാസത്തിന് യോജിച്ച പ്രവൃത്തികളാണ്. അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി. ദൈവത്തിന് പ്രീതികരമായ വിധം നീ അവരെ യാത്രയാക്കുന്നത് നന്നായിരിക്കും. കാരണം അവിടുത്തെ നാമത്തെ പ്രതിയാണ് അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. വിജാതീയരിൽ നിന്ന് അവർ ഒരു സഹായവും സ്വീകരിച്ചിട്ടില്ല. ആകയാൽ നാം സത്യത്തിൽ സഹപ്രവർത്തകരായിരിക്കേണ്ടതിന് ഇപ്രകാരമുള്ളവരെ സ്വീകരിച്ച് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ചില കാര്യങ്ങൾ സഭയ്ക്ക് എഴുതിയിരുന്നു. എന്നാൽ പ്രഥമസ്ഥാനം മോഹിക്കുന്ന ദിയോത്രഫെസ് ഞങ്ങളുടെ അധികാരത്തെ അംഗീകരിക്കുന്നില്ല. അതിനാൽ ഞാൻ വന്നാൽ അവന്റെ ചെയ്തികളെപ്പറ്റി അവനെ അനുസ്മരിപ്പിക്കും. അവൻ ഞങ്ങൾക്കെതിരെ ദുഷിച്ച് സംസാരിക്കുന്നു. അതുകൊണ്ടും തൃപ്തനാകാതെ സഹോദരരെ അവൻ നിരസിക്കുന്നു. തന്നെയുമല്ല, അവരെ സ്വീകരിക്കാൻ തയ്യാറാകുന്നവരെ അവൻ തടയുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. വാത്സല്യഭാജനമേ, തിന്മയെ അനുകരിക്കരുത്, നന്മയെ അനുകരിക്കുക. നന്മ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിന്റെ സ്വന്തമാണ്. തിന്മ പ്രവർത്തിക്കുന്നവനാകട്ടെ ദൈവത്തെ കണ്ടിട്ടേയില്ല. ദെമേത്രിയോസിന് എല്ലാവരിലും നിന്ന് സത്യത്തിൽ നിന്ന് തന്നെയും സാക്ഷ്യം ലഭിച്ചിരിക്കുന്നു. ഞങ്ങളും അവന് സാക്ഷ്യം നൽകുന്നു. ഞങ്ങളുടെ സാക്ഷ്യം സത്യമാണെന്ന് നിനക്കറിയാം. എനിക്ക് വളരെയധികം കാര്യങ്ങൾ എഴുതാനുണ്ട്. എന്നാൽ അതെല്ലാം തൂലികയും മഷിയും കൊണ്ട് നിനക്കെഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. താമസിയാതെ നിന്നെ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മുഖാഭിമുഖം നമുക്ക് സംസാരിക്കാം. നിനക്ക് സമാധാനം. സ്നേഹിതന്മാർ നിന്നെ അഭിവാദനം ചെയ്യുന്നു. എല്ലാ സ്നേഹിതരെയും പ്രത്യേകം പ്രത്യേകം അഭിവാദനം അറിയിക്കുക.